പ്രശാന്ത്, ഈ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ചടുലമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും മാറ്റമാണ്. ലോകം ഇപ്പോൾ ഈ ഓരോ രാജ്യങ്ങളിലുള്ളവരും അവരുടെ രാജ്യത്തെ കാര്യമല്ല, അമേരിക്കയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിലാണ് നോട്ടം. എന്താണ് ട്രംപ് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ പലരും ഭീകരന്മാർ പോലും ജയിൽ മോചിതരായി എന്നുള്ള തരത്തിലും വാർത്ത വരുന്നുണ്ട്. അതെന്താണ് ഇതിനകത്ത് വാസ്തവം? സാറേ, ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം കഴിഞ്ഞുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യം ആഭ്യന്തര കാര്യത്തിലാണ് ശ്രദ്ധ. രാജ്യം കഴിഞ്ഞ് രാജ്യത്തിൻ്റെ താല്പര്യം, അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം, അത് കഴിഞ്ഞ 4 കൊല്ലവും അദ്ദേഹം ഉറക്കം പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പം അതിനുശേഷം അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം ജനാധിപത്യവാദിയല്ല, സ്വേച്ഛാധിപതിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി നിന്ന ഒരു വലിയ ശക്തിയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പലരും പരിഹസിച്ചു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ അമേരിക്ക അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൈതൃകം നഷ്ടപ്പെടാതെ പോകുന്നതിനും ട്രംപിൻ്റെ തിരിച്ചുവരവ് ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം അമേരിക്ക ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം അമേരിക്കയുടെ ഈ പറയുന്ന പൈതൃകം നിലനിൽക്കുന്നതിന് വേണ്ടി വലിയൊരു വിശ്വാസിയാണ്. അമേരിക്കയുടെ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി വലിയൊരു രക്ഷകനാണ്. അപ്പം എല്ലാ രീതിയിലും അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ലൗഡ് സ്പീക്കറായിട്ട് വരണം. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. പുരുഷനും സ്ത്രീയേ ഉള്ളൂ. അത് ആരുടെ ആചാരം? ബൈബിളിൻ്റെ ആചാരമാണ്. അതിനകത്ത് വേറെ വലിയൊരു കാര്യം പറയുന്നുണ്ട്. അയാൾ ആദ്യമേ ഉയർത്തിപ്പിടിച്ച കാര്യമാണ് ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളൊന്നും പുതിയതായിട്ട് വന്നതല്ല. അതെല്ലാം അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് സാറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബൈഡൻ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ നേരത്തെ ഇരുന്ന ഭരണാധികാരികളൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നല്ലോ. ആ ഭരണാധികാരികൾ കൂടുതലും ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിരുന്നല്ലോ. അവരെ തലോടാതെ ഇവരാണ് ഈ രാജ്യം ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ ഭരിക്കാൻ പോകുന്ന രീതി ഇതാണ്, ഈ രാജ്യത്തിൻ്റെ അതിരാണ് എനിക്ക് വിഷയം, ഈ രാജ്യത്തിൻ്റെ അതിര് നോക്കാതെ അയൽ രാജ്യങ്ങളുടെ അതിര് നോക്കുന്നതിനും, ഈ രാജ്യത്ത് ക്രിമിനലുകളെ പ്രവേശിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതിനും, ഈ രാജ്യത്തിൻ്റെ പൈതൃകം ഇല്ലായ്മ ചെയ്യുന്നതിനും, ഈ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള അമേരിക്കയുടെ ലോകത്തുടനീളമുള്ള വില നഷ്ടപ്പെടുത്തുന്ന ഭരണാധികാരികളാണ് ഇതുവരെ ഭരിച്ചിരുന്നത്. ഇനി അമേരിക്കയുടെ സുവർണകാലമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. കുടിയേറ്റത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഓരോന്നോരോന്ന് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കയുടെ രക്ഷകനാണ്. സത്യപ്രതിജ്ഞയ്ക്ക് കൊണ്ടുവന്ന അമ്മ കൊടുത്ത ബൈബിൾ, അമ്മയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട് അവിടെ? അതിനെക്കാട്ടി പ്രാധാന്യം ബൈബിളിനുണ്ട്. ഇതുതന്നെയാണ്. അതായത് ഞാൻ ദേശസ്നേഹിയാണ്, എൻ്റെ രാജ്യസ്നേഹിയാണ്, എനിക്ക് ചില പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ഉണ്ട്. അത് വളരെ ഉറക്കം പറയുന്നു. അമേരിക്കക്കാർ കേൾക്കുന്നതിനൊപ്പം അപ്പുറം അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഒരു കാര്യം പറയുമ്പോൾ ലോകം മൊത്തവും കേൾക്കുമല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ വിളിച്ച ആളുകളെ സാറ് ശ്രദ്ധിച്ചായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെ വിളിച്ചിട്ടുള്ളൂ. നാറ്റോ രാജ്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗമല്ലാത്ത, വലതത്തെ രാഷ്ട്രീയമല്ലാത്ത, ദേശീയതയ്ക്ക് ഭാഗമല്ലാതെ നിൽക്കുന്ന ഭരണാധികാരികളെ പോലും വിളിച്ചിട്ടില്ല. ആ രാജ്യത്തുനിന്നും അദ്ദേഹം വിളിച്ചത് അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും. ഞാനുണ്ടെങ്കിൽ, ഞാൻ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഈ ലോകത്തുടനീളം വലതുപക്ഷ വ്യതിയാനത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ സംരക്ഷിക്കത്തുള്ളൂ, അവരുടെ കൂടെ ഞാനുള്ളൂ. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംസ്കാരം നിലനിർത്തുന്ന, അത് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയത നിലനിർത്തുന്ന ഭരണാധികാരികളോടുള്ള താല്പര്യമുള്ള അവരെ സംരക്ഷിക്കപ്പെടത്തുള്ളൂ. ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 2 പൗരന്മാർ അഫ്ഗാൻ ജയിലിൽ കിടക്കുന്നു. ഏത് കാരണവശാൽ എന്നുള്ളത് പിന്നത്തെ കാര്യം. അല്ലെങ്കിൽ അഫ്ഗാൻ ജയിലിൽ അയാളെ മോചിപ്പിക്കണമെങ്കിൽ ഒരു പാക് ഭീകരനെയും അല്ലെങ്കിൽ ഒരു അഫ്ഗാൻ ഭീകരനെ തിരിച്ചു കൊണ്ടുവന്ന് താലിബാൻ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഈ പറയുന്ന ഒബാമയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തായിട്ടുള്ള ആളിനെ ജയിൽ മോചിതനാക്കുന്നു. അതിനാണ് ഇപ്പോൾ പറഞ്ഞത് ഭീകരരെ തുറന്നു വിടുന്നു. ഇപ്പം ഈ ഒസാമ ബിൻ ലാദൻ, ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ആൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായിരുന്നല്ലോ. അദ്ദേഹം അമേരിക്കയിൽ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കുന്നതിന് കൂട്ടുവന്നു. അദ്ദേഹത്തെ ഈ പറയുന്ന നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് പിടിക്കുന്നു, കൊല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായി പോയതുകൊണ്ട്
അയാളും ജയിലിൽ കിടക്കാം. അയാൾ ഭീകരനൊന്നുമല്ല, ചിലപ്പോൾ ഈ നമ്മൾ പോലും അറിയാതെ അല്ലെ ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ സുഹൃത്തുക്കളായി പോകും. കാരണം മാത്രമല്ല അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയൊരു സൗദിയിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നല്ലോ. ബിൻ ലാദൻ കൺസ്ട്രക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലയോ? ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡറും കണ്ടായിരുന്നു പുള്ളി. അപ്പോൾ അതെല്ലാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനെ കണ്ട ഈ ബിൻ ലാദൻ അതെല്ലാം കളഞ്ഞിട്ടാണ് ഈ ഭീകരപ്രവർത്തനമായിട്ട് പുള്ളി പോയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അവിടെ കിടന്നാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ഈ താലിബാനുമായിട്ടുള്ള ബന്ധം വെച്ച് അമേരിക്കയിൽ കിടക്കുന്ന 2 താലിബാൻ പൗരന്മാരെ വിട്ടു. അതിൻ്റെ കൂടെ ഒരു പാകിസ്ഥാൻ ഒരു പാക് പൗരനായിട്ടുള്ള അഫിയുണ്ട്, അദ്ദേഹത്തെ വിട്ടിട്ടില്ല. അപ്പോൾ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ. നമ്മൾ ഈ പറയുമ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ, ട്രംപിൻ്റെ താല്പര്യങ്ങൾ ഒക്കെ എന്ന് പറയും. ട്രംപിൻ്റെ താല്പര്യം അമേരിക്കയുടെ ഇപ്പോഴത്തെ താല്പര്യമല്ല, ട്രംപിൻ്റെ താല്പര്യം ആ രാജ്യത്തിൻ്റെ വികസനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് കുടിയേറ്റം വന്നപ്പോൾ ഇന്ത്യക്കകത്തുനിന്ന് 11,000 പേരുണ്ട്. ഇന്ത്യക്ക് ആ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടിയേറ്റക്കാരെ ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തുനിന്ന് അവിടെ ചെന്ന് കുടിയേറി കിടക്കുക, അവർ ഞങ്ങൾക്ക് ചെല്ലുക എന്ന് പറയുമ്പം അതിന് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അത് ഇന്ത്യയുടേതായാലും കൊണ്ടുപോകണം, ഇസ്രായേലിൻ്റെ ആയാലും കൊണ്ടുപോകണം. അദ്ദേഹത്തിൻ്റെ രാജ്യം ആദ്യം താല്പര്യം, രണ്ടാമത്തെ താല്പര്യമാണ് നമ്മൾ. പക്ഷേ നമ്മളുമായിട്ടുള്ള ബന്ധം വെച്ച് അദ്ദേഹം മറ്റുള്ള രാജ്യങ്ങളോട് എടുക്കുന്ന കാനഡയോട് അദ്ദേഹം എടുത്ത നിലപാടെന്തോ ഏറ്റവും കൂടുതൽ 75% സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ആ രാജ്യം നിലനിർത്തിയേക്കുന്ന ഒരു രാജ്യമായി കാനഡ എന്ന് പറയും. കാനഡയോട് അവിടുത്തെ ഇപ്പോഴത്തെ രാജിവെച്ച പ്രധാനമന്ത്രിയുടെ പുള്ളിയുടെ നിലപാടെന്തോ ഒരു വാടാപോട നിലപാടല്ലേ, വെറും നിഷേധാത്മക. പക്ഷേ ആ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം വോട്ട് പിടിച്ചത് ഹിന്ദുത്വ വെച്ചാണ്, ഇന്ത്യ വെച്ചാണ്. നമ്മളീ പറയുമ്പം നമ്മൾ ട്രംപിൻ്റെ നിലപാടുകൾ എപ്പോഴും കർശനമായിട്ടുള്ള നിലപാടുകളും ഉറച്ചു പറഞ്ഞുള്ള നിലപാടുകളും. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം 4 കൊല്ലം ഭരിച്ചപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി അദ്ദേഹം ഒരു നല്ല സുഹൃത്തായിട്ടും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ 2 പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ അതിനപ്പുറം എന്തൊക്കെയോ ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ. അതിനുശേഷം അദ്ദേഹം പരാജയപ്പെടുമ്പോഴും ആ ഉടനീളമുള്ള വർത്തമാനം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വർത്തമാനം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വർത്തമാനമാണ്, ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് നടത്താം. ഏറ്റവും അവസാനം മത്സരം കടുപ്പിച്ചു വരുമ്പോഴും അദ്ദേഹം ഞാൻ ഇന്ത്യക്കാരനാണ്, നരേന്ദ്രമോദി എൻ്റെ സുഹൃത്താണ്, ഹിന്ദുത്വ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പറയുമ്പോൾ ആ ഒരു അത് പറഞ്ഞാൽ അവിടെ സ്വാധീനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ വോട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളും ആ വിശ്വാസം അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വിശ്വാസം ശരിയാകുന്ന രീതിയിലുള്ള റിസൾട്ടുമാണ് അവിടെ വന്നത്. അല്ലെ, ട്രംപിൻ്റെ ആ ഒരു കാലം മുതലാണ് ഇന്ത്യക്ക് ഒന്നുകൂടെ വലിയ അടുപ്പം അമേരിക്കയായിട്ട് ഉണ്ടായത്. ശക്തമായി മാത്രമല്ല ആ ട്രംപിൻ്റെ കാലത്ത് പറഞ്ഞാൽ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ഭരണാധികാരി എന്ന് അറിയപ്പെടുന്നത് ആരെയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് ആർക്കും ആ ഭാഗത്താണ് നമുക്ക് മാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് മൈ ഫ്രണ്ട് എന്ന് അമേരിക്കൻ പ്രധാനമന്ത്രിയെ മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് ട്വീറ്റ് ഇടാൻ കഴിയുന്ന ആരുണ്ട്? ഇത്രയും ദിവസം കൊണ്ട് പരിശോധിക്കുക ആരുണ്ട്? ഇവരൊക്കെ അന്ന് ന്യായം പറയുന്നല്ലോ. മൈ ഫ്രണ്ട് പ്രോട്ടോകോൾ ഉണ്ട് ഇവിടെ, അറിയോ? മൈ ഫ്രണ്ട് എന്ന് പ്രസിഡന്റ് എന്നൊക്കെ വേണേൽ വിളിക്കാം, മൈ ഫ്രണ്ട് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. പക്ഷെ ട്രംപിനെ വിളിക്കാൻ പറ്റും. ആരൊക്കെ? മോദിക്ക്, ഇന്ത്യക്ക്. അത് വലിയ കാര്യമാണ്. അപ്പോൾ ട്രംപ് നിലപാടുകൾ എടുക്കും, അമേരിക്കയ്ക്ക് വേണ്ടി നിലപാടെടുക്കും. പക്ഷേ ആ നിലപാടുകൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യക്ക് ദോഷമാകുന്ന നിലപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ട്രംപ് കൃത്യമായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കതിനകത്ത് ബോധ്യമുണ്ട് നമുക്ക്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞ പോലെ സോഫ്റ്റ് പവർ, ഇന്ത്യയെ എതിർത്ത് നിൽക്കാൻ ഒരു രാജ്യത്തിനും ഇന്ന് സാധ്യമല്ല. അത് പല ഉദാഹരണങ്ങളും. ഏറ്റവും അവസാനത്തെ ഉദാഹരണം ട്രൂഡോ, അതിന് മുമ്പിലത്തെ ഉദാഹരണം മാലദ്വീപ് പ്രസിഡന്റ്, അതിന് മുമ്പിലത്തെ ഉദാഹരണം ശ്രീലങ്ക, ഈ ഇപ്പം അനുഭവിക്കുന്ന ബംഗ്ലാദേശ് അനുഭവിക്കാൻ പോവുക, പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പാകിസ്ഥാൻ എത്ര കഷ്ണമാവും നാളെ കാലത്ത് നമുക്കറിയാം. 2 കൊല്ലം കഴിയുമ്പം നമുക്ക് 2 പേർക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ പാകിസ്ഥാൻ 4-5 രാജ്യമായിട്ട് വിഭജിക്കപ്പെട്ട ഓരോ രാജ്യത്തിൻ്റെയും കാര്യം സംസാരിക്കേണ്ടി വരും. അതുപോലെ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ യുദ്ധത്തിനപ്പുറം ഇന്ത്യ പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നയതന്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സോഫ്റ്റ് പവറായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ പല രാജ്യങ്ങളെയും ഇന്ത്യയുടെ ഭരണാധികാരി പറഞ്ഞാൽ അവിടുത്തെ ഭരണക്രമം മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജും ഇന്ത്യൻസും നമ്മുടെ മാധ്യമങ്ങളും ലോകത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞപ്പോൾ, ഞാൻ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ, ഹിന്ദുത്വയുടെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വോട്ട് ട്രംപിൻ്റെ പുറകിൽ വന്നത്, ഇന്ത്യക്കാരുടെ വോട്ട് ട്രംപിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ആ നിലവാരത്തിൽ തന്നെയായിരിക്കും നാളെയും ട്രംപിൻ്റെ പോക്ക്. കാരണം ട്രംപ് മാറിയാലും
ട്രംപിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം അമേരിക്കയിൽ ഉണ്ടാവണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം മിഷേൽ ഒബാമയെ പോലും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാൻ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവരായിരിക്കും. അത്രയ്ക്ക് കണക്കുകൂടി പോകുന്ന ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭീകരവാദികളെ തുറന്നു വിട്ടാലും അമേരിക്കക്കാരനെ താല്പര്യങ്ങൾ ആണ് ആദ്യം സംരക്ഷിക്കുക എന്ന തെളിവാണ് ഇപ്പം ബിൻ ലാദൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തായിട്ട് നിൽക്കുന്ന ആളിനെ അമേരിക്കയിൽ നിന്ന് വിട്ടുകൊടുത്തിട്ട് അമേരിക്കൻ പൗരന്മാരെ തിരിച്ചു മേടിക്കും.